നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം പൂഴിക്കാടുള്ള ചിറമുടി എന്ന സ്ഥലത്താണ്. എനിക്കൊപ്പം വെൺമണി മീഡിയയിലെ ഗിരീഷ് ഭായി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൂഴിക്കാട് തന്നെയുള്ള മറ്റൊരു സൈറ്റിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ്. അപ്പോൾ ഏതാണ്ട് ഉച്ചയായിട്ടുണ്ട്, നല്ല വെയില്, നല്ല ദാഹം. അപ്പോഴാണ് ഈ സ്റ്റാള് കണ്ടത്. എന്നാൽ പിന്നെ ഇവിടുന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചു. സാധാരണ ഇങ്ങനെയുള്ള ചെറിയ കടകളിൽ നിന്നൊക്കെ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചോദിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതെന്ന്. സാധാരണ നാരങ്ങ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും പഞ്ചസാരയും മാത്രം ഇട്ടുള്ള നാരങ്ങ വെള്ളം കുടിച്ച് മടുത്തു. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് നല്ല അടിപൊളി നാരങ്ങ വെള്ളമാണ് തരാൻ പോകുന്നത്. ആ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും വണ്ടി വിളിച്ച് ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കത് കുടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളത്തിനൊപ്പം തന്നെ പുള്ളി പഞ്ചസാര, ഉപ്പ്, പിന്നെ ഇഞ്ചി, പിന്നെ അടുത്തത് കസ്കസ് ഇട്ടു. പിന്നെ ഇപ്പോൾ ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിന ചതച്ചതാണ്, അതോടെയാണ് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ നാരങ്ങ വെള്ളം സെറ്റ് ചെയ്തിട്ട് ഗിരീഷ് ഭായിക്ക് കൊടുത്തു. അപ്പോൾ എനിക്കുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് ഭായി പുള്ളിക്ക് കിട്ടിയത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. കാരണം പുള്ളിയാണ് ബൈക്ക് ഓടിക്കുന്നത്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാണ് കൂടുതൽ വെയിൽ കിട്ടുന്നത്. അതുകൊണ്ട് പുള്ളി തന്നെ ആദ്യം കുടിക്കട്ടെ. അപ്പോൾ എൻ്റെ നാരങ്ങ വെള്ളം കിട്ടി. അപ്പോൾ നമ്മൾ കുടിച്ച് നോക്കിയപ്പം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പുതിനയുടെയും അതേപോലെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അല്പം കൂടി എരിവ് കൊണ്ടായിരുന്നു നല്ലതായിരുന്നു. അല്പം പച്ചമുളക് കൂടെ ചതച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാന്താരിയെ ചേർത്തെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടിയേനെ. എങ്കിലും കുഴപ്പമില്ല, 25 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റോടെ നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൂഴിക്കാട് വഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിറമുടിയിലുള്ള ഈ സ്പോട്ടൊന്ന് നോക്കി വെച്ചോളൂ. നല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ജംഗ്ഷനിലോട്ട് എത്തണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.